കുടുംബബന്ധം പിളർത്തുന്ന ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങൂല, ഒരിക്കലും ഇറങ്ങൂല. നമ്മൾ പറയാറില്ലേ, ഇത് പ്രസംഗിച്ച് അതിന്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കി ഒരു കുടുംബ ക്ലാസ്സിൽ ക്ലാസ് എടുത്തു. പോകാൻ സമയത്ത് വാഹനത്തിന്റെ അടുത്ത് ഒരു മധ്യവയസ്കനായ ആൾ വന്നു. അയാൾ മനസ്സ് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടു, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാനും എൻ്റെ ജേട്ടൻ തമ്മിൽ, എൻ്റെ കുടുംബക്കാരും തമ്മിൽ 15 കൊല്ലമായി തമ്മിൽ തെറ്റിയിട്ട് ഇന്ന് വരെ ഞങ്ങൾ പിന്നെ മിണ്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങളെ കുട്ടികൾ വരെ കണ്ടാൽ മിണ്ടൂല. വളരെ ഗൗരവമാണ്. നിങ്ങളിത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. റഹ്മത്ത് ഇറങ്ങൂല, ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, മാത്രമല്ല 15 കൊല്ലമായപ്പോൾ ഇതെങ്ങനെ നന്നാവണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇതിനൊരു മാർഗം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നു, ജീവിതാനുഭവം. ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ പോവല്ലേ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളെ ഫോൺ നമ്പർ തന്നാൽ മതി. അയാളുടെ ഫോൺ നമ്പർ വാങ്ങി. അയാളുടെ ഫോൺ നമ്പർ വാങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഇതുപോലെ ഖത്തീബിനെ എനിക്ക് പരിചയമുണ്ട്. ആ ഖത്തീബിനെ ഞാൻ വിളിച്ചു. നിങ്ങളെ മഹലിൽ നിന്ന് ഇന്നാൾ തന്നെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഈ നമ്പറിലുള്ള ആൾ എന്നോടൊരു കാര്യം പറഞ്ഞു, അത് ഇന്നതാണ്, ഇത് നിങ്ങൾ വിചാരിച്ചാൽ തീർക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ നമ്പർ കൈമാറി. ആ ഉസ്താദ് വളരെ ആക്റ്റീവാണ്. ഇപ്പം നിങ്ങളെ വൈസി ഇവിടെ ചെയ്ത പോലെ തന്നെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നതുപോലെ തന്നെ അദ്ദേഹം ആ നമ്പറിൽ അയാളെ വിളിച്ച് പിറ്റേന്ന് രാവിലെ തൻ്റെ റൂമിലേക്ക് വരുത്തി. അയാളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടെന്ന് കരുതി. എൻ്റെ സഹോദരന്മാരും സഹോദരിമാരൊക്കെ നാട്ടിലാണ്. ബാപ്പ മരിച്ചപ്പോൾ സ്വത്ത് ഓഹരി വെച്ചപ്പോൾ എനിക്കവർ കൃത്യമായ ഓഹരി തന്നില്ല. എന്ന് പറഞ്ഞാൽ ഓഹരി തന്നെ കണക്കിനുണ്ടാവും. ഭൂമിയൊക്കെ കൊടുക്കുമ്പോൾ ഭൂമിൻ്റെ നിലവാരമൊക്കെ നോക്കണമല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. എനിക്ക് വളരെ മോശമായിട്ട് അവർ തന്നുള്ളൂ, കരുതി കൂട്ടി അവർ ചെയ്തതാണ്. അതിലെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. അതിൽ പെങ്ങന്മാരും ഇവർ ഒരു ഭാഗത്തൊന്നും ഞാൻ ഒറ്റയായിപ്പോയി. അതോടുകൂടി ഞാൻ അവരെ വെറുത്തു. ഞാൻ ആ കാരണത്തിൻ്റെ പേരിൽ അവരോട് തെറ്റി. അവരെന്നോട് മിണ്ടാറില്ല, ഞാൻ അവരോട് മിണ്ടാറില്ല. 15 കൊല്ലമായി ഇത് തുടരുന്നു. കുട്ടികൾ വരെ മിണ്ടാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉസ്താദ് ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളോട് ഇത് പറഞ്ഞത്? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കിപ്പം നന്നാവണമെന്നുണ്ട്. എങ്ങനെയെങ്കിലും നന്നാവാനൊരു മാർഗം ഉണ്ടാവുമോ? ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ ഈ പോരും കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അത് ഗൗരവമുള്ള വിഷയമാണ്, ഒരു ബർക്കത്ത് പോലും ഉണ്ടാവില്ല എന്നുള്ള പറയുന്നത്. ഒരു ഉമ്മാൻ്റെ വയറ്റിൽ പറഞ്ഞ മക്കളല്ലേ എന്ന് ഇയാളെന്നെ ചോദിച്ചു. അപ്പോൾ ഈ ഉസ്താദ് ഇയാളെ ജേട്ടൻ്റെ നമ്പർ വാങ്ങി. ഈ ജേട്ടനാണ് ഇതിൽ ഭാഗിക്കാൻ മുന്നിൽ നിന്നതും, അയാളാണ് മൂത്ത മകനും, അയാളെ കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉസ്താദ് അയാളെ വിളിച്ചു, അയാളെ വരുത്തി ഒറ്റക്ക്, മറ്റേ ആളെ മാറ്റിയിട്ട്. ഉച്ചയ്ക്ക് ശേഷം അയാൾ വന്നു, അയാൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അയാൾ പറഞ്ഞു, അനുജൻ പറഞ്ഞത് ശരിയാണ്, അന്ന് ഞങ്ങളൊക്കെ വളരെ സൗകര്യക്കുറവിലാണ്, അവനന്ന് ഗൾഫിലാണ്. അതുകൊണ്ട് ഞങ്ങൾ അവന് ആവശ്യമുള്ളത് എന്ന രീതിയിൽ അത്യാവശ്യമുള്ളത് കൊടുത്തു, ബാക്കി കൊടുത്തിട്ടില്ല, ബാക്കി ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. സംഗതി ശരിയാണ്, കാരണം അവൻ അന്ന് ഞങ്ങളെക്കാൾ സാമ്പത്തിക ശേഷിയില്ല. ഇപ്പം ഞങ്ങളും കുറച്ച് ഭംഗിയായി, അവന് ഗൾഫിൽ നിന്നൊക്കെ പോന്നു. അന്ന് അവനോട് ചെയ്ത് ശരിയല്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ അതിൻ്റെ പേരിൽ തെറ്റിയതാണ്. പക്ഷെ ഇപ്പം നന്നാവണം ഞങ്ങൾക്കൊക്കെ ഉണ്ട്, പെങ്ങന്മാർക്കുണ്ട്. പക്ഷെ 15 കൊല്ലായില്ലേ, പെട്ടെന്ന് ചെന്ന് മിണ്ടിയാൽ മിണ്ടൂലല്ലോ. ഒരു വഴി ഉണ്ടാകാൻ കാത്തു നിൽക്കുമ്പോഴാണ് നിങ്ങൾ വിളിച്ചത്, എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും അന്ന് കൊടുക്കാൻ ബാക്കിയുള്ളത് ഇപ്പം കൊടുക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്, നിങ്ങളൊന്ന് മസലത്താക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരെ ഒരുമിച്ച് വിളിച്ചു. ഉസ്താദ് ഈ കാര്യം പറഞ്ഞു, നിങ്ങളെ ചേട്ടൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അനുജൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അനുജൻ പറഞ്ഞു, എനിക്കിനി ഒന്നും തരണ്ട, നമ്മളും നമ്മളെ കുട്ടികളൊന്ന് കൂടിച്ചേർന്ന് ജീവിക്കണ കണ്ട് മരിച്ചാൽ മതി. ആ ചേട്ടനാണ് കരഞ്ഞുപോയി. 15 കൊല്ലത്തെ ആ തെറ്റ് ആ റൂമിൽ വെച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞവർ പുറത്തിറങ്ങുമ്പോൾ ആ ഉസ്താദ് പറഞ്ഞു, എനിക്കും കൂടി കരച്ചിൽ വന്നു എന്ന് പറഞ്ഞു. ഈ ഉസ്താദ് മധ്യത്തിൽ നിന്നതുകൊണ്ട് അത് സംഭവിച്ചത്. നമ്മുടെ മഹലിൽ ഇതിനൊരു മസ്ലഹത്ത് കമ്മിറ്റി വേണ്ടേ? നിങ്ങളെ മഹലിൽ തെറ്റി നിൽക്കുന്ന ഒരു ഒറ്റ കുടുംബത്തിലെ തെറ്റി നിൽക്കുന്ന 2 ആളെ നന്നാക്കിയാൽ ഈ മഹല് സംഗമത്തിന് ചെലവാക്കിയതിന് അപ്പുറം കൂലി നിങ്ങൾക്ക് പഠിച്ചോൻ തരും. ദുനിയാവിൽ ഏറ്റവും കൂലി കിട്ടുന്ന പണി തെറ്റി നിൽക്കുന്നവരെ നന്നാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ നേരെ വിളിച്ച് ചോദിച്ചു സ്വഹാബത്തിനെ, നിങ്ങൾക്ക് നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും സക്കാത്ത് കൊടുത്താലും എത്താൻ പറ്റാത്ത വലിയൊരു പദവി ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. ആ പദവി ലഭിക്കുന്നൊരു പ്രവർത്തനമുണ്ട്, ബലായാ റസൂലല്ലാഹ് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. നിസ്കരിച്ചാലും അവിടുക്കെത്തൂല, കൂലി കിട്ടും. നോമ്പ് നോറ്റാലും അത്ര വലിയൊരു പദവി അള്ളാന്റെ അടുത്ത് കിട്ടൂല. സക്കാത്ത് കൊടുത്താലും അത്ര വലിയ പദവി അള്ളാന്റെ അടുത്ത് കിട്ടൂല. അങ്ങനത്തെ പദവി കിട്ടുന്ന ഒരു പണിയുണ്ട് എന്ന് പറഞ്ഞു നബി തങ്ങൾ. അഫ്ളല ദറജതി, ഏറ്റവും വലിയ ദറജ കിട്ടും നിങ്ങൾക്ക് പിന്നെ സിയാമി വസ്സലാത്തി വസ്സക്കാ. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞത് പറഞ്ഞു തരണം, ഞങ്ങൾക്കത് വേണമെന്നോ. നബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, തെറ്റി നിൽക്കുന്ന 2 ആളെ നന്നാക്കുക.
അത്ര കൂലി വേറൊന്നിനും കിട്ടൂല. അത് വലിയ